ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പാവയെടുത്ത് ഇവിടെ വരെ എറിഞ്ഞു. പക്ഷേ കയറിയതിനു ശേഷം ഞാനും ഷാനവാസിക്കും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. പല രീതിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ വ്യക്തി ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇപ്പം അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമുക്കത് പറയാൻ സാധിക്കും. എല്ലാവരും വോട്ടിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് എവിക്ഷൻ ആവുന്നത്. അപ്പം സോ അതുകൊണ്ടാണ് ഞാൻ എവിക്ഷൻ ഔട്ടായത്. അതിലെനിക്കിപ്പോൾ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അപ്പാനി ശരത്തിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ്. കാരണം വെളുപ്പീരിൻ്റെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇൻ്റർവ്യൂവിനകത്ത് ഫുള്ള് വെളുപ്പിക്കൽ പരിപാടിയാണ്. കാരണം വേറെ രക്ഷയില്ലല്ലോ. കാരണം അമ്മാതിരി പരിപാടിയാണല്ലോ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാണല്ലോ. അനുമോളെ പുറകെ നടന്ന് ബുള്ളിങ് ചെയ്യുന്നു, അതുപോലെ അനീഷിനെ ബുള്ളിങ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അപ്പാനി ശരത്ത് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വനിതയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഒരു വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 45 മിനിറ്റുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എല്ലാതും കാണുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ, വേണ്ടുന്ന കുറച്ച് ഭാഗങ്ങളെ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. കാരണം എനിക്ക് അഭിപ്രായം പറയണമെന്നോടൊന്നും ഉണ്ടായിരുന്നു. ഈ അപ്പാനി ശരത്ത് എപ്പോഴെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്കൊരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രമാണല്ലോ അവിടെ കാണിച്ചു കൂട്ടിയത്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതല്ലോ 24/7 അപ്പാനി ശരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ, വെറുപ്പീരൊക്കെ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് ഷോയിൽ പോകുമ്പോൾ ഞാനായിട്ട് തന്നെയാണ് നിന്നത്. കുറച്ചൊക്കെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, തമാശ പറയുന്നത് തമാശ പറയും, കരയാൻ തോന്നിയാൽ കരയും. അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു ആളായിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ മുഖംമൂടി വെച്ച് നിൽക്കുന്ന വ്യക്തി അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാണുന്ന ആൾക്കാർ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവിടെ അങ്ങനെ പോരാ. അവിടെ കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ട്, കുറച്ചും കൂടിയൊക്കെ കണ്ണിങ് ആയിട്ടൊക്കെ നിൽക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അവിടെ ഞാൻ ഭയങ്കര റിയൽ ആയിട്ട് തന്നെയാണ് നിന്നത്. നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവാം, ഇഷ്ടക്കേടുകളുണ്ടാവാം, അങ്ങനെ തന്നെയാണ് നിന്നത്. തെറ്റുകൾ കണ്ടാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതിപ്പോൾ അവിടെയല്ല എവിടെയാണെങ്കിലും ഞാൻ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഞാൻ തെറ്റുകൾ തന്നെ ചൂണ്ടിക്കാണിക്കാറില്ലേ, അതേപോലെ ഞാൻ കണ്ടാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. ചില സമയത്ത് കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്, അബദ്ധങ്ങളൊക്കെ പറ്റും, എല്ലാ മനുഷ്യനും സ്വാഭാവികം, അത്ര തന്നെ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഞാനൊരു ഓക്കെ. അപ്പം അപ്പാനി അളിയൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും, അതുകൊണ്ട് ഞാൻ റിയൽ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ അതിന് എന്ത് തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കാനും മാത്രം ഉള്ളതെന്ന് ആണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ ശരത്ത് നിന്നിട്ടുള്ള എപ്പിസോഡ് അത്രയും വലിയ കൊലപാതകങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാമെന്ന് പറയാനെ കൊണ്ട് മാത്രവുമല്ല, ഈ ശരത്ത് പറയുന്നുണ്ടല്ലോ റിയൽ ആയിട്ടാണ് അവിടെ നിന്നതെന്ന്. പുള്ളി പിന്നെ പറയുന്നുണ്ട് അതൊക്കെ ഞാനൊരു തമാശ രീതിയിലാണ് അനീഷിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അനുമോളെ ആയിക്കോട്ടെ അതൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം റിയലായിട്ട് നിന്നെയാന്നും പറയുന്നുണ്ട്, അതൊക്കെ തമാശയായിട്ട് പറഞ്ഞാന്നും പറയുന്നുണ്ട്. അപ്പം ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പം സ്വന്തമായിട്ടൊരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പാനി ശരത്ത് എന്ന് ഇപ്പോഴും ഈ ഇൻ്റർവ്യൂ കൊണ്ട് എനിക്ക് മനസ്സിലായി. സ്വന്തമായിട്ടൊരു നിലപാടില്ലെന്നും മനസ്സിലായി. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം ബിഗ് ബോസിൽ ചെന്നിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായി. ഇത്രയും വൃത്തികെട്ട സ്വഭാവമായിരുന്നു പുള്ളിയുടെ. ബിഗ് ബോസിൽ ചെന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിനകത്ത് തലവനായിട്ട് അക്ബറും ശരത്തും ഇരിക്കുന്നുണ്ട്. ഒരു 3-4 പെണ്ണുങ്ങൾ ചുറ്റും വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് ആരെയൊക്കെ ആക്രമിക്കണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ പുറകിലൂടെ പോയി കുത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു അപ്പാനി ശരത്തിനെയാണ് നമ്മൾ കണ്ടത് അവിടെ. അപ്പം പുള്ളി പറയുന്ന കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇതാവണമായിരുന്നെന്ന്. ഇതിൽ കൂടുതൽ എന്ത് വെറുപ്പിക്കാനാണ്? വെറുപ്പീരിൻ്റെ അങ്ങേ അറ്റം എക്സ്ട്രീം ലെവലിൽ വെറുപ്പിച്ചിട്ടാണ് ജനങ്ങൾ സഹി കെട്ടിട്ടാണ് ജനങ്ങൾ ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. നല്ല മാനമര്യാദയ്ക്ക് നിന്നായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ അപ്പാനി ശരത്ത്. കാരണം ആ അപ്പാനി ശരത്തിനേക്കാളൊക്കെ എത്രയോ മുമ്പേ പോകേണ്ട ആൾക്കാർ ഇപ്പോഴും അവിടെ കിടക്കുവാണ് അല്ലേ. അപ്പം കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണ് മുമ്പേ അങ്ങോട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ആദ്യം എപ്പിസോഡുകൾ പോയിട്ട് ഓരോ എപ്പിസോഡുകളും നല്ല രീതിയിൽ കാണുക. കണ്ടിട്ട് എന്താണ് നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക കേട്ടോ. എന്നിട്ട് ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് തള്ളു. ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കടേ. പറ്റിപ്പോയി, അതൊരു ഗെയിമിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ എടുത്തതെന്ന് അങ്ങ് പറഞ്ഞങ്ങ് കളഞ്ഞാൽ തീർന്ന പ്രശ്നം. ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ മെഴുകി ഞാൻ റിയൽ ആയിട്ടാണ് നിന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ റിയൽ ക്യാരക്ടറാണ് അവിടെ വെളിയിറങ്ങിയെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. കാരണം ഓരോ ആൾക്കാരെ ഇത്രയും ബുള്ളിങ് ചെയ്യുന്നൊരു കണ്ടസ്റ്റൻസ് ഇപ്പോഴും അവിടെ ഇല്ല. അപ്പാനി ശരത്ത് ഇറങ്ങുന്നത് വരെ അപ്പാനി ശരത്ത് അല്ലാതെ വേറൊരു കണ്ടസ്റ്റൻസും ഇല്ല. ഇത്രയും ആൾക്കാരെ ബുള്ളിങ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് വേറെ ആരും ഇല്ലായിരുന്നു. എന്തായാലും ബാക്കിയും കൂടെ കേട്ടോക്കാം.
പിന്നെ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി കുറേ പരിപാടിയൊക്കെ ഞങ്ങൾ ഒപ്പിക്കുമായിരുന്നു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അക്ബറും കൂടെ ചേർന്നിട്ട് ഹ്യൂമറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ അവരെ പറഞ്ഞാൽ അവർ ചിരിപ്പിക്കാടാ അവർ വഴക്ക് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രം. പിന്നെ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞ് ഈ എപ്പിസോഡ്സ് എല്ലാം കണ്ടിരുന്നോ ചേട്ടൻ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇല്ല ഒന്നും. ഞാൻ ആകെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ എവിക്റ്റ് ആയ ആ ഒരു എപ്പിസോഡ് മാത്രം ഒരു കുറച്ചധികം തവണ ഞാൻ കണ്ടു. അത് എനിക്കത് 1-2 തവണ ഞാൻ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ എവിക്റ്റ് ആയി പോകുന്നത് മാത്രം അത്രേ കണ്ടുള്ളൂ. പിന്നെ എൻ്റെ എൻട്രിയും കണ്ടു. എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കി. എവിക്റ്റായി പോയത് കാണാനൊരു ആഗ്രഹം തോന്നി. കാരണം എന്നെ മസ്താനി കയ്യൊക്കെ അടിച്ച് ആഹ്ലാദിച്ചാണല്ലോ ഇറക്കി വിട്ട്. അപ്പോൾ അതൊന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതൊന്നും കൂടെ റിപ്പീറ്റ് ഷാനവാസൊക്കെ ഞാൻ നല്ല രീതിക്ക് ഒരു ആക്ടർ എന്ന നിലയ്ക്കും അല്ലാതെ എനിക്ക് അടുത്തറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അല്പം സ്നേഹം കൂടുതലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഒരുപക്ഷെ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ്. പക്ഷേ അതിനകത്ത് കയറിയതിനു ശേഷം ഞാനും ഷാനവാസിക്കും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. പല രീതിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. അത് അവിടെ കഴിഞ്ഞു. അനീഷുമായിട്ട് ആദ്യത്തെ വീക്കിൽ ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അനീഷ് ഞാൻ വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അനീഷ് എഴുതിയ പുസ്തകത്തിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഭാവിയിൽ എനിക്കൊരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ അനീഷും ഞാനും അക്ബറും കൂടെ ചേർന്നിട്ട് ഹ്യൂമറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. നിങ്ങൾ ഹ്യൂമറൊക്കെ ഞങ്ങൾ കണ്ടയാടേ. എന്തോന്ന് ഹ്യൂമറാടേ നിങ്ങൾ? ഹ്യൂമർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയുക, അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ തെറി വിളിക്കുക, മോശവാക്കുകൾ പറയുക, അച്ഛനെ പറയുക, അമ്മയെ പറയുക, ഇതൊക്കെയാണോ നിങ്ങളെ ഹ്യൂമർ? ഞങ്ങൾ കണ്ടയാണല്ലോ. ആദ്യം പനശരത്ത് പറയുന്നുണ്ട് എപ്പിസോഡ്, ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലെന്ന്. ആദ്യം നിങ്ങൾ 24/7 നിങ്ങൾ ലൈവ് കാണാൻ പറ്റുമെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് അത് ഫുള്ളൊന്ന് കണ്ടിട്ട് നിങ്ങൾ എന്താണെന്നും നിങ്ങളും അവിടെ ഉള്ള ടീംസുകളും പാവാട ടീംസും പാവാട ടീംസിലെ ഗ്രൂപ്പുകളും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പോയി കാണുക കേട്ടോ. ഇത്രയും ദിവസമായാലും ഇനിയെങ്കിലും ഒന്ന് പോയി കാണുക. പിന്നെ മസ്താനിയുടെ കാര്യം പറയുന്നുണ്ട്. മസ്താനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി അന്ന് സന്തോഷിച്ച കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി എന്തോ ഈ അളിയൻ വലിയ തെറി എന്നാണ് വിളിച്ചിട്ടുണ്ട്. അത് മസ്താനി ക്യാമറയിൽ വന്ന് എന്തോ പറയുന്നതും കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനെ പറ്റിയിട്ട് ചോദിക്കണമെന്നൊക്കെ എന്തോ കാ വെച്ചിട്ടോ കൂ വെച്ചിട്ടോ എന്തൊക്കെ, അത് ഞാൻ കണ്ടില്ല, ലൈവിനകത്ത് കാണിച്ചോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടില്ല അത്. പക്ഷെ അങ്ങനെ വിളിച്ചേക്കുന്നത് മസ്താനി പരാതി പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം അത്രയും വലിയ തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് പോവാൻ നേരത്ത് അപ്പാനി ശരത്ത് പോകാൻ നേരത്ത് മസ്താനി കൂകിയതും സന്തോഷിച്ചതും. അത് മസ്താനി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും മോശ വാക്കുകളും തെറികളും വിളിക്കുന്ന ഒരാളായിട്ടാണ് അപ്പാനി അവിടെ നിന്നിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ ഫണ്ണാണ്, ഇതൊക്കെ ഒരു ഹ്യൂമറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പറയാൻ തന്നെ ലജ്ജ തോന്നില്ലേ ആളിയാ. പിന്നെ ഇപ്പം അനീഷിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ അനീഷിന് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇപ്പം അനീഷിന്റെ പുറത്തെ സപ്പോർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു അപ്പാനി ശരത്തിന്? എങ്ങനെ ഉണ്ട് അനീഷ് എന്നൊരു വ്യക്തി? എന്താന്ന് ഇപ്പം മനസ്സിലായി കഴിഞ്ഞാണല്ലോ. അനീഷിനെ കൃഷിക്കാരനെന്ന് വിളിച്ച് കളിയാക്കുന്നു, കൊപ്ര വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്തൊക്കെ അനീഷ് സത്യം പറഞ്ഞ ഒരു കോമണറായിട്ട് കയറി വന്ന ഒരു അനീഷിനെ പുച്ഛമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ അപ്പാനി ശരത്തിന് അല്ലേ? നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ ഇത് 24/7 കണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതും കൂടെ ചിന്തിക്കണമായിരുന്നു കേട്ടോ. അപ്പൊ അവിടെയാണ് അപ്പാനി ശരത്തിന് തെറ്റിപ്പോയത്. ജനങ്ങളുമായിട്ട് ഇമോഷണലി കണക്ട് ആവാൻ പഠിക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതാണ് ശരത്തിന് ഇല്ലാതെ പോയത്. ശരത്ത് എന്തൊക്കെയാണ് ശരത്തും അക്ബറും കൂടെ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? എന്തൊക്കെ മോശവാക്കുകളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം അളിയൻ പോയി എപ്പിസോഡ് കാണുക കേട്ടോ. എപ്പിസോഡ് കണ്ടിട്ട് വന്നിരുന്ന ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വെളുപ്പീര്. ഓക്കെ, ബാക്കിയും കൂടെ കേട്ടോളാം. പക്ഷെ എന്തോ എനിക്കതൊരു ക്ലാരിറ്റി ആയിട്ടില്ല. ഇപ്പോഴും എനിക്കൊരു പൂർണ്ണമായ ക്ലാരിറ്റി ആയിട്ടില്ല. വോട്ടിൻ്റെ കുറവ് കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഞാൻ എവിക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിപ്പം അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമുക്കത് പറയാൻ സാധിക്കും. എല്ലാവരും വോട്ടിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് എവിക്ഷൻ ആവുന്നത്. അപ്പം സോ അതുകൊണ്ടാണ് ഞാൻ എവിക്ഷൻ ഔട്ടായത്. അതിലെനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഈ എപ്പിസോഡ്സിന് താഴെയാണെങ്കിലും പല ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ താഴെ കമൻ്റായിട്ട് വരുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ശരത്ത് കളിച്ചിരുന്നത് ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ടാണ് കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ രണ്ടുപേരുടെ ആശയങ്ങൾ ഒരുപോലെ ആവണം എന്നാലല്ലേ അതിലൊരു, അപ്പോഴാണല്ലോ നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്നത്. അതിനിപ്പോൾ എന്താണ് തെറ്റിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് കളിക്കാൻ പോയില്ല, ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയില്ല. ഞങ്ങളിരിക്കുന്നിടത്ത് ഞങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞാനും എൻ്റെ സുഹൃത്തായ അക്ബറും അവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സുഹൃത്ത് ബന്ധമാണ് അക്ബർ. അക്ബർ അടിപൊളി. ഇപ്പോഴും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല പുള്ളി എന്തുകൊണ്ടാണ് എവിക്റ്റായി പോയെന്ന്, ജനങ്ങളെടുത്ത് പുറത്തോട്ട് കളഞ്ഞെന്ന് പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളി ഇപ്പോഴും വെളുപ്പിക്കുവാണ്. പുള്ളി അവിടെ ചെയ്തതൊക്കെ ഫണ്ണായിട്ടാണ്. അതൊക്കെ ഒരു ഫണ്ണായിട്ടാണ്, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു മെന്റാലിറ്റി കൊണ്ട് പറ്റിപ്പോയതാണ്, അതൊരു ഗെയിം ഷോയുടെ പുറത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായമെങ്കിലും ഉണ്ട്, ഒരു മര്യാദയുണ്ട്. ഇപ്പൊ ഇവിടെയും വന്നിരുന്ന് വെളുപ്പിക്കുവാണ്. അതൊക്കെ ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ്. ഇതാണ് ഫണ്ണ്. ഒരു സ്റ്റേറ്റ് വിന്നറായിട്ടുള്ള ഒരു ആക്ട്രസിന്റെ മുഖത്ത് നോക്കിയിട്ട്
നിങ്ങൾ എവിടുത്തെ നടിയാണ്, നിങ്ങൾ നടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുച്ഛിച്ച ഒരു അപ്പാനിയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. അതുകൊണ്ടാണ് ജനങ്ങളെടുത്ത് വെളിയിലോട്ട് ഇട്ടത്. 24 മണിക്കൂറും ഞാൻ നടനാണ്, ഞാൻ നടനാണ്, ഞാൻ നടനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും, അതുപോലെ അവിടെ ചെന്നിരുന്ന് കുത്തിയിരുന്നിട്ട് ഞാൻ 250 സിനിമ അഭിനയിച്ച്, ഞാൻ 300 സിനിമ അഭിനയിച്ച്, അവള് നടിയാണോ, അവള് ഏത് സിനിമയിൽ അഭിനയിച്ച് എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഒരു സ്വന്തം ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കലാകാരിയെ പുച്ഛിച്ച് തള്ളുന്നതും എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതൊക്കെ ഫണ്ണാണോ? അതൊക്കെ ഫണ്ണാണോ അപ്പാനി? ജനങ്ങൾക്ക് അത് ഫണ്ണായിട്ട് തോന്നിയോണ്ടാണ് അളിയനെ എടുത്ത് വെളിയിലോട്ട് ഇട്ടത് കേട്ടോ. അപ്പം എങ്ങെങ്കിലും പോയി ആ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്ത് കേട്ടോ. എന്തൊരു മോശമാക്കാനോട് താനൊക്കെ വിളിച്ച് അവിടെ നിന്ന് കൂവിയത്, ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലേ, കുലസ്ത്രീ, അത് ഇത് ചപ്പ് ചവറ്, വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പാനി ചെയ്തത്. ഇനിയും അതിനെ ന്യായീകരിച്ച് മെഴുകാൻ നോക്കണ്ട കേട്ടോ. അപ്പം ഇതൊക്കെ പറ്റുമെങ്കിൽ ഇതൊക്കെ കാണുക, എപ്പിസോഡും കണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്ത ഇന്റർവ്യൂവിലെങ്കിലും ഇതുപോലെ വന്നിരുന്ന് മെഴുകാതിരിക്കോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കോ, അതാണ് വേണ്ടുന്നത്. കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല കേട്ടോ, പ്രേക്ഷകരാണ് നിങ്ങളെയൊക്കെ അവിടെ കൊണ്ട് ഇരുത്തി വെച്ചേക്കുന്നത്. അപ്പൊ ആ പ്രേക്ഷകരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഊളത്തരം പറയല്ലേ, പ്രേക്ഷകരെ പൊട്ടനാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കില്ലേ കേട്ടോ. ഓക്കെ, ബാക്കി ഇവിടെ കേട്ടോക്കാം. എനിക്ക് അതിൻ്റെ അടുത്ത് ഒരു ശതമാനം പോലും ഒരു വൈരാഗ്യം, ഒരു ദേഷ്യമില്ല. അത് വൃത്തിയായിട്ട് അറിയാന്നുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അനുമോള്. നിങ്ങൾ എന്തെങ്കിലും അനുമോൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും അവൾ സക്സസ്സിൽ ഇറങ്ങുമ്പോൾ ചോദിക്കുക, ഇതേ ആൻസർ ആയിരിക്കും പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ടോക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പാവയെടുത്ത് വരെ എറിഞ്ഞു. പക്ഷേ വരുന്ന കമന്റ് ഫുള്ള് അനുവിനെയും അനീഷിനെയും ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, എനിക്ക് അനുവിനോട് ഒരു ദേഷ്യമില്ല. അവളിനി ഇറങ്ങിയിട്ട് ഇത് തന്നെയായിരിക്കും പറയാൻ പോണേ. കാര്യം അവൾക്ക് എന്നെ വലിയ കാര്യമാണ്. കാര്യം അതങ്ങനെയാണ്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അനുവിന് ഒരുപാട് മിസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അവളവിടെ കാണിച്ചു പോകുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ, അത്രേ ഉള്ളൂ. അടിപൊളി. അനുവിന്റെ പുറത്തെ ജനപിന്തുണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അപ്പാനെ ശരത്ത് റൂട്ട് മാറ്റി സംസാരിക്കുന്നത്. കാരണം ഇനി വേറെ രക്ഷയില്ലല്ലോ, ഇതൊന്നും അല്ലല്ലോ നമ്മളവിടെ കണ്ടത്. ഇപ്പം പറയുന്നത് അനുമോളെ എനിക്ക് ഭയങ്കര കാര്യമാണ്, അനുമോളെ എനിക്ക് ഇഷ്ടമാണ്, അനുമോളെടുത്ത് എനിക്ക് ഭയങ്കര ഇനി ഇറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര സ്നേഹമായിരിക്കും. നാണമുണ്ടോ ശരത്തെ? ഇതൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ കണ്ടത്. എന്തൊക്കെയാണ് ശരത്ത് പറഞ്ഞത്? അനുവിന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു. അനുവിന്റെ അച്ഛൻ കരിപ്പൊട്ടി മോഷ്ടിച്ച് വിറ്റാണ് കുടുംബം പോറ്റിയിരുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അനുമോളെ വീട്ടിൽ പോയി ആളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും, അടിക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 മാസം ആവാറായല്ലോ. അപ്പൊ ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. എന്തേ ധൈര്യം ചോർന്നു പോയി കാണും അല്ലേ? അപ്പം ഇതിലും അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. പലതും ഇനി നമ്മൾ കാണാത്തയായിരിക്കും. ഇവർ അവിടെ എവിടെ ചെന്നിരുന്നിട്ട് സംസാരിക്കുന്നതെന്നും പല കാര്യങ്ങളും ബിഗ് ബോസ് ടീം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ കാര്യമായിരിക്കും. എന്നിട്ട് പോലും എന്തൊക്കെയാണ് ഈ ചെറുത്തിന്റെ വായിന്ന് വരുന്നത്. അതുപോലെ 24 മണിക്കൂർ നോക്കി കഴിഞ്ഞാൽ ഞാനാണ് നടൻ, അവള് നടിയല്ല, അവള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഞാൻ സിനിമാ നടനാണ്. എന്നിട്ട് എല്ലാ ദിവസവും വൈകിട്ട് അവിടെ ചെന്നിരുന്നിട്ട് കാണുന്ന ആൾക്കാർക്ക് മൊത്തവും ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ എൻ്റെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു. വെറുപ്പീരിന്റെ അങ്ങേയറ്റം കാരണമാണ് ജനങ്ങൾ പ്രേക്ഷക വിധി പ്രകാരം, അവിടെ പ്രേക്ഷക വിധി പ്രകാരം എടുത്തു കളഞ്ഞിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് അപ്പാനി ശരത്ത് മാത്രമായിരിക്കും കേട്ടോ, അല്ലാതെ വേറെ ഒരു മനുഷ്യനുമില്ല. എന്നിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ജനങ്ങൾ എടുത്ത് കളഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ലെന്ന്. അതാ പറഞ്ഞ ആദ്യം പോയി എപ്പിസോഡ് കാണും, അപ്പം നല്ല ക്ലാരിറ്റി ആവും കേട്ടോ, എന്തൊക്കെയാണ് അവിടെ ചെയ്ത് കൂട്ടിയെന്നും എന്തൊക്കെയാണ് അവിടെ കാണിച്ചതെന്നും. പിന്നെ അനുമോളെ കാര്യം പറയുന്നുണ്ടല്ലോ, അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര കാര്യമാണ്. പുള്ളിക്കാരിക്ക് അല്ലെങ്കിലും ഒരാളോടും പുള്ളിക്കാരിക്ക് ദേഷ്യവും ഇല്ല, വിദ്വേഷവും ഇല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യവും പുള്ളിക്കാരി അവിടെ വെച്ച് കാണിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല, ഒരാളോടും മോശവാക്കുകൾ പറയുന്നുമില്ല. അപ്പം പുള്ളിക്കാരി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി എല്ലാവരോടും സംസാരിക്കും, മിണ്ടും. അത് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കറിയാം കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് വെളുപ്പിക്കാനും നിൽക്കേണ്ട. എന്തായാലും ഭയങ്കര വെളുപ്പീര് ഇന്റർവ്യൂ ആണ്. അവിടെ കാണിച്ചു കൂട്ടിയെല്ലാം ഫണ്ണാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇപ്പം വന്നിരുന്ന് വെളുപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്റർവ്യൂ ഫുള്ള് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വനിതയിൽ കിടപ്പുണ്ട്, പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ see you.